ക്രിട്ടിക്കൽ സൈക്കോളജി വാട്ട് ഇറ്റ് ഈസ് ആൻഡ് വാട്ട് ഇറ്റ് ഈസ് നോട്ട്. ഇയാൻ പാർക്കർ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് ഇത്. ഈ ആർട്ടിക്കിളിന്റെ ഇത് 2007 എഴുതപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ക്രിട്ടിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന പഠനശാഖ തന്നെ ഉണ്ടാകുന്നതിന്റെ ഒരു ചെറിയ ചരിത്രം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സൈക്കോളജിക്ക് വിമർശം ആയിട്ടാണ്, അതിന് ഒരു പ്രോബ്ലം ഉണ്ട് എന്നും അതിന്റെ പ്രോബ്ലംസ് എന്താണെന്നും ചൂണ്ടിക്കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് 1970 ശേഷം ഉണ്ടായ വലിയ മൂവ്മെന്റ് ആണ് ക്രിട്ടിക്കൽ സൈക്കോളജി. അതൊരു വാസ്തവത്തില് മാർക്സിയൻ പെർസ്പെക്റ്റീവിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ക്രിട്ടിക്കാണ് സൈക്കോളജിക്കെതിരെ. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഉത്ഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ആണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. ക്രിട്ടിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു വലിയ പഠനശാഖ ഉണ്ടാകുന്നത് കഴിഞ്ഞ ഏതാണ്ട് 40 വർഷമായിട്ട്. അതിന് സൈക്കോളജി, മെയിൻ സ്ട്രീം സൈക്കോളജിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്നും അത് മറ്റ് എന്താ പറയാ ഒരുപാട് ബഹുസ്വരതയെ പ്രതിനിധീകരിക്കാനോ അതായിട്ട് ആശയ സംവാദം നടത്താനോ അതിന് സാധിക്കുന്നില്ല എന്നുള്ള പ്രധാന വിമർശനം വെച്ചുകൊണ്ടാണ് ക്രിട്ടിക്കൽ സൈക്കോളജി തുടങ്ങുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വാസ്തവത്തില് നിലനിൽക്കുന്ന ക്രിട്ടിക്കൽ സൈക്കോളജിക്കെതിരെയുള്ള ക്രിട്ടിക്കുകൾ, അതായത് ക്രിട്ടിക്കൽ സൈക്കോളജി ഒരു എന്താ പറയാ ഒരു വെറുമൊരു വിമർശം മാത്രമാണെന്ന് മെയിൻ സ്ട്രീം സൈക്കോളജിക്കെതിരെ മെയിൻ സ്ട്രീം സൈക്കോളജിയുടെ ക്രിട്ടിക്കുകള് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇയാൻ പാർക്കർ എഴുതിയ ഒരു ലേഖനമാണ് ആക്ച്വലി ഇത്. അതുകൊണ്ടാണ് ഇതിന്റെ ഹെഡിങ് തന്നെ ക്രിട്ടിക്കൽ സൈക്കോളജി വാട്ട് ഇറ്റ് ഈസ് ആൻഡ് വാട്ട് ഇറ്റ് ഈസ് നോട്ട്. അതിന്റെ ആദ്യ ഭാഗത്തില് അദ്ദേഹം വളരെ വിശദമായിട്ട് ഈ ക്രിട്ടിക്കൽ സൈക്കോളജി എന്താണെന്ന് പറയുന്ന ഒരു പല പെർസ്പെക്റ്റീവില്, അതായത് ഉദാഹരണത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഇത് ഞാൻ വായിക്കാം. സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ഹൗ സം വെറൈറ്റീസ് ഓഫ് സൈക്കോളജിക്കൽ ആക്ഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആർ പ്രിവിലേജ്ഡ് ഓവർ അതർ. How dominant accounts of psychology operate ideologically in service of power. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ എങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ, ഒരു മനഃശാസ്ത്ര അല്ലെങ്കിൽ മനഃശാസ്ത്ര രീതി അല്ലെങ്കിൽ മനഃശാസ്ത്ര രീതിശാസ്ത്രം, ഒരു മനഃശാസ്ത്ര പ്രവർത്തനം ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതീശത്വം അല്ലെങ്കിൽ ഒരു തരത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രിവിലേജ്ഡ് പൊസിഷനിൽ നിന്നിട്ടാണ് ഈ ഒരു പഠനശാഖ തന്നെ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ എഴുതുന്നത്. തുടർന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്, സ്റ്റഡി ഓഫ് ways in which all varieties of psychology are culturally, historically constructed and how alternative varieties of psychology may confirm or resist ideological assumptions in mainstream models. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് പലതരത്തിലുള്ള മനഃശാസ്ത്ര പ്രശ്നങ്ങൾ കൾച്ചറലി, ഹിസ്റ്റോറിക്കലി, അതായത് ചരിത്രപരമായും കൾച്ചറലിയും എങ്ങനെയാണ് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത് പഠനവിധേയമാക്കാൻ ഇത്തരം എന്താ പറയുക ഇത്തരം എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ ഇത്തരം ഒരു മെത്തഡോളജി ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു ആശയമാണ് ക്രിട്ടിക്കൽ സൈക്കോളജി എന്നാണ് ഇയാൻ പാർക്ക് പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, സ്റ്റഡി ഓഫ് ഫോംസ് ഓഫ് സർവൈലൻസ് ആൻഡ് സെൽഫ് റെഗുലേഷൻ ഇൻ എവരിഡേ ലൈഫ് ആൻഡ് ഇൻ ദ വേസ് ഇൻ വിച്ച് സൈക്കോളജിക്കൽ കൾച്ചറൽ ഓപ്പറേറ്റ്സ് ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസ്. എന്താ പറയാ ഒരു എവരിഡേ ലൈഫ് അല്ലെങ്കിൽ ദൈനംദിന റെഗുലേഷന് അല്ലെങ്കിൽ പലതരത്തിലുള്ള സർവൈലൻസിന്റെ അതിനെ പഠനവിധേയമാക്കാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ എങ്ങനെയാണ് സൈക്കോളജിക്കൽ കൾച്ചർ മനഃശാസ്ത്ര എനിക്ക് മലയാളം കിട്ടുന്നില്ല സൈക്കോളജിക്കൽ കൾച്ചർ എങ്ങനെയാണ് ഈ ഒരു അക്കാദമിക സർക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ പ്രൊഫഷണൽ പ്രാക്ടീസിൽ ഇതൊരു സൈക്കോളജിക്കൽ കൾച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്
എന്നും അദ്ദേഹം ഈ വിവരിക്കുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 വിവരണങ്ങളാണ് അദ്ദേഹം ആദ്യത്തെ ഭാഗത്ത് കൊടുക്കുന്നത്. അത് 3 ഞാൻ വായിച്ചു കഴിഞ്ഞു. അടുത്ത് അദ്ദേഹം പറയുന്നത് critical psychology is the exploration of the way everyday ordinary psychology structures academic and professional work in psychology and how everyday activities might provide the basis for resistance to contemporary disciplinary practices. ഇതിനകത്ത് ഈ അവസാന അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഈ നിലനിൽക്കുന്ന സൈക്കോളജി അല്ലെങ്കിൽ സാധാരണ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പഠനശാഖ ഈ നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒരു എന്താ പറയാ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് ബേസിസ് ഫോർ റെസിസ്റ്റൻസ് ടു കണ്ടംപററി ഡിസിപ്ലിനറി പ്രാക്ടീസസ്. അത് നിലനിൽക്കുന്ന ഡിസിപ്ലിനറി പ്രാക്ടീസസുകൾക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ എങ്ങനെയാണ് ക്രിട്ടിക്കൽ സൈക്കോളജിക്ക് സാധിക്കുക എന്നൊരു അന്വേഷണം കൂടിയാണ് ഈ ഒരു പഠനശാഖ ഉണ്ടായി വന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അദ്ദേഹം വിവരിക്കുന്നു. ഇതാണ് ആദ്യത്തെ ഭാഗത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് ഈ ആർട്ടിക്കിളിൽ. എന്നിട്ട് അദ്ദേഹം ഏതാണ്ട് ഒരു 6 പ്രധാനപ്പെട്ട വിമർശനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതായത് ക്രിട്ടിക്കൽ സൈക്കോളജിക്ക് എതിരെ മെയിൻ സ്ട്രീം സൈക്കോളജി ഉയർത്തുന്ന പ്രധാനപ്പെട്ട 6 വിമർശനങ്ങൾ. ഇത് 2007 എഴുതുന്നതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ക്രിട്ടിക്കൽ സൈക്കോളജി ഓൺലി കൺസേൺ വിത്ത് സോഷ്യൽ സൈക്കോളജി. ഈ മെയിൻ സ്ട്രീം സൈക്കോളജി ക്രിട്ടിക്കൽ സൈക്കോളജിക്ക് എതിരെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ആണ്. അതായത് ക്രിട്ടിക്കൽ സൈക്കോളജി ഒരു സോഷ്യൽ സൈക്കോളജി മാത്രമാണ് എന്താ പറയാ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റ് സൈക്കോളജി ഒന്നും ക്രിട്ടിക്കൽ സൈക്കോളജി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ അദ്ദേഹം അതിന് മറുപടിയായിട്ട് അത് എഴുതുന്നത് യു ക്യാൻ ഓൺലി തിങ്ക് ബിക്കോസ് ഓഫ് യുവർ പ്ലേസ് ഇൻ നെറ്റ്വർക്ക്സ് ഓഫ് റിലേഷൻഷിപ്പ്. അദ്ദേഹം പറയുന്നത് യു ക്യാൻ ഓൺലി തിങ്ക്, നിങ്ങൾക്ക് ഒരു എന്താ പറയാ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പിൽ മാത്രമാണ് ഒരു ചിന്തയ്ക്ക് സാധ്യത ഉണ്ടാകുക എന്ന് അദ്ദേഹം പറയുന്നത്. കാരണം ബിക്കോസ് ഓഫ് പാറ്റേൺസ് ഓഫ് ഡിസ്കോഴ്സ് ദാറ്റ് ഗീവ്സ് ഷേപ്പ് ടു യുവർ ഇമേജ് ഓഫ് ദ വേൾഡ് ആൻഡ് യുവർ സെൽഫ്. അതായത് ഈ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ സോഷ്യൽ സൈക്കോളജി മാത്രമാണ്. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സോഷ്യൽ സൈക്കോളജി മാത്രമാണ് ക്രിട്ടിക്കൽ സൈക്കോളജി എന്ന് മെയിൻ സ്ട്രീം സൈക്കോളജി. അതായത് ഇതിന്റെ ഒരു പ്രധാന ഡിബേറ്റ്, ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് കൂടെ ഞാൻ വിവരിച്ചെന്ന് പറഞ്ഞാല് സൈക്കോളജി എന്ന് പറയുന്ന വലിയ പഠനശാഖ, സോഷ്യോളജി പറയുന്ന മറ്റൊരു വലിയ പഠനശാഖ, ഹിസ്റ്ററി, ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് പഠനശാഖ നിലനിൽക്കുന്ന സമയത്ത് സൈക്കോളജി എന്ന് പറയുന്ന പഠനശാഖയ്ക്ക് ഒരു മറ്റ് എന്താ പറയാ വെറുമൊരു പ്രൊഫഷണൽ മനഃശാസ്ത്രം ഇല്ലെങ്കിൽ മനഃശാസ്ത്ര സമീപനം തന്നെ തെറ്റാണെന്ന് പറയുന്ന ഒരു പുതിയ ചിന്തയാണ് ക്രിട്ടിക്കൽ സൈക്കോളജി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ ഈ ക്രിട്ടിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന പഠനശാഖ പ്രതിനിധീകരിക്കുന്ന ഇയാൻ പാർക്കറെ പോലെയുള്ള ഗവേഷകര് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ മെയിൻ സ്ട്രീം സൈക്കോളജി എതിർക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡയലോഗാണ് ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിള്. അപ്പോ ഈ ആർട്ടിക്കിള് അതിനൊരു മറുപടി ആയിട്ടാണ് ഇയാൻ പാർക്കർ എഴുതുന്നത്. അപ്പൊ അദ്ദേഹം ആദ്യത്തെ ഇതിനകത്ത് പറയുന്നത് ക്രിട്ടിക്കൽ സൈക്കോളജി ഒരു സോഷ്യൽ സൈക്കോളജി മാത്രമാണെന്ന് മെയിൻ സ്ട്രീം സൈക്കോളജിക്കാര് ആരോപിക്കുമ്പോൾ അതിന് മറുപടി എന്നോണമാണ് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നത്. യു ക്യാൻ ഓൺലി തിങ്ക് ബിക്കോസ് ഓഫ് യുവർ പ്ലേസ് ഇൻ നെറ്റ്വർക്ക്സ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് അതർ പീപ്പിൾ. അതായത് നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് ഇയാൻ പാർക്കർ പറയുന്നത്. കാരണം ബിക്കോസ് ഓഫ് പാറ്റേൺസ് ഓഫ് ഡിസ്കോഴ്സ് ദാറ്റ് ഗീവ് ഷേപ്പ് ടു യുവർ ഇമേജ് ഓഫ് ദ വേൾഡ്. അതായത് പാറ്റേൺസ് ഓഫ് ഡിസ്കോഴ്സ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പാറ്റേൺസ് ഓഫ് ഡിസ്കോഴ്സ് ദാറ്റ് ഗീവ് ഷേപ്പ് ടു യുവർ ഇമേജ് ഓഫ് ദ വേൾഡ് ആൻഡ് യുവർ സെൽഫ്. അപ്പൊ ഇങ്ങനെ ഒരു ഈ സോഷ്യൽ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യന് ചിന്തിക്കാൻ കഴിയുമെന്നാണ് പാർക്കർ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളാണ് കോട്ട് ചെയ്യുന്നത്. 2002 എഴുതിയ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളാണ് അദ്ദേഹം കോട്ട് ചെയ്യുന്നത് ഈ ഒരു ഘട്ടത്തിൽ. രണ്ടാമത്തെ മെയിൻ സ്ട്രീം സൈക്കോളജി ക്രിട്ടിക്കൽ സൈക്കോളജിക്കാരോട് പറയുന്നത് അവർക്കെതിരെ ആരോപിക്കുന്നത്, ഇതൊക്കെ ആരോപണം എന്ന് പറഞ്ഞാല് അക്കാദമിക്കലി ആണ് ഇവര് പരസ്പരം ആശയസംവാദം നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു മറുപടിയാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്.
ക്രിട്ടിക്കൽ സൈക്കോളജി മേക്സ് എവറിത്തിങ് ഇൻ ടു എ പൊളിറ്റിക്കൽ ഇഷ്യൂ. ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് അവർ വെക്കുന്നത്. ആരോപണമല്ല, സോറി, ആർഗ്യുമെന്റ്. അപ്പൊ അതിനും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. വി ഷുഡ് അറ്റൻഡ് ടു ദ പൊളിറ്റിക്കൽ അജൻഡാസ് ഓഫ് ദോസ് who use psychology to tell us how we can and cannot behave, those who define our capacities to change ourselves with reference to psychological models. അദ്ദേഹം ഇവിടെ പറയുന്ന ഈ ഫൂക്കോ എല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പല തിയറിറ്റീഷ്യൻ, സോഷ്യൽ തിയറിറ്റീഷ്യൻസും ക്രിട്ടിക്കൽ സൈക്കോളജിസ്റ്റും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള, അതായത് നത്തിങ് ഈസ് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു പൊസിഷനെ ഒരു അതിനെ കുറച്ചുകൂടി കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാണ് പാർക്കർ ശ്രമിക്കുന്നത്. അതായത് വി ഷുഡ് അറ്റൻഡ് ടു ദ പൊളിറ്റിക്കൽ അജൻഡാസ് ഓഫ് ദോസ് ഹു യൂസ് സൈക്കോളജി. അതായത് സൈക്കോളജി എന്ന് പറയുന്ന വലിയ പഠനശാഖ ഉപയോഗിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ അജണ്ടകള് എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിനോട് സംവദിക്കാനും അതിനെതിരെ പ്രതിരോധിക്കാനുമുള്ള ഒരു 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 ഇടം കൂടിയാണ്, അല്ലെങ്കിൽ ഒന്നും ന്യൂട്രൽ അല്ല, എല്ലാം പൊളിറ്റിക്കൽ ആണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാണ് പാർക്കർ അതിന് മറുപടിയായിട്ട് പറയുന്നത്. കാരണം ക്രിട്ടിക്കൽ സൈക്കോളജി എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറ്റുന്നു എന്നാണ് മെയിൻ സ്ട്രീം സൈക്കോളജി, ക്രിട്ടിക്കൽ സൈക്കോളജിയോട് പറയുന്നത്. അപ്പൊ അതിന്റെ മറുപടി അദ്ദേഹം പറയുന്നത് ഈ പൊളിറ്റിക്കൽ അജണ്ട, അല്ലെങ്കിൽ വി ഷുഡ് അറ്റൻഡ് ടു ദ പൊളിറ്റിക്കൽ അജൻഡാസ് ഓഫ് ദോസ് ഹു യൂസ് സൈക്കോളജി എന്ന് പറയുന്നത്. ആരെല്ലാമാണോ പൊളിറ്റിക്കൽ അജണ്ട വെച്ച് സൈക്കോളജി അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്, we can and cannot behave those who define our capacities to change ourselves with reference to psychological methods എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് അവര് ആർഗ്യുമെന്റ് വെക്കുന്നത്, ക്രിട്ടിക്കൽ സൈക്കോളജി is only concerned with the theory and has nothing to say about methodology. അതായത് ക്രിട്ടിക്കൽ സൈക്കോളജി വെറും തിയറി ആണെന്നും അതിനൊരു രീതിശാസ്ത്രം ഇല്ല എന്നും ഒരു മെത്തഡോളജി ഇല്ലാത്ത ഒരു പഠനശാഖയാണ് ക്രിട്ടിക്കൽ സൈക്കോളജി എന്നാണ് ആർഗ്യുമെന്റ് വെക്കുന്നത്. അതിന് ഒരു എക്സ്പ്ലനേഷൻ എന്നോണം അദ്ദേഹം, മറുപടി എന്നോണം അദ്ദേഹം പറയുന്നത്, ആൻഡ് എംഫസിസ് ഓൺ ദ പ്രീഫിഗറേറ്റീവ് ആസ്പെക്ട് ഓഫ് റിസർച്ച് ഡ്രോസ് അറ്റൻഷൻ ടു ദ വേ ദാറ്റ് ആസ്പെക്ട്സ് ഓഫ് അവർ എവരിഡേ ഇന്ററാക്ഷൻ ആൻഡ് internal life world are embedded in social structures, and what happens in the personal sphere is intimately connected with wider patterns of power and resistance. അപ്പോ അദ്ദേഹം അതിന് പറയുന്നത്, an emphasis on the prefigurative aspect of research draws attention to the way that aspects of our everyday interaction and internal life world are embedded in social structures, and what happens in the personal sphere is intimately connected with wider patterns of power and resistance. അദ്ദേഹം പറയുന്നത് വലിയ അതായത് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഉള്ള എന്താ പറയാ, എല്ലാ സ്പിയറിലും, എല്ലാ എവരിഡേ ലൈഫ് ആക്ടിവിറ്റിയിലും പവറും റെസിസ്റ്റൻസും ഉണ്ട് എന്നും അത് നമ്മളുടെ എന്താ പറയാ റിസർച്ച് പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മളുടെ എവരിഡേ ലൈഫിൽ തന്നെ ഈ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ബന്ധങ്ങളും എന്താ പറയാ അതിന്റെ ഒരു റെസിസ്റ്റൻസും, കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ സ്ട്രക്ചറും അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ പേഴ്സണൽ സ്ഫിയറും അതിന്റെ അകത്തെ പവറും റെസിസ്റ്റൻസും എല്ലാം എവരിഡേ നിശ്ചയിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇതിന്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്ന സാധനം, അതിനുള്ള വിമർശനം എന്നോണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഒരു എവിഡൻസും അതിന്റെ പവറും റെസിസ്റ്റൻസും എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ്. നാലാമതായിട്ട് പറയുന്നത്, ക്രിട്ടിക്കൽ സൈക്കോളജി ഈസ് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ച എന്നോണം ആണ് പറയുന്നത്. അതായത് തിയറി മാത്രം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് മോഡലുള്ള ഈ ഡാറ്റ അനാലിസിസ്, അല്ലെങ്കിൽ പൊതുവിൽ പറയുന്ന ഈ ഡാറ്റ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു പാറ്റേണിൽ നിന്ന് മാറിയിട്ട് ക്രിട്ടിക്കൽ സൈക്കോളജി ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മാത്രമാണ് എന്നൊരു ആരോപണമാണ് വെക്കുന്നത്. അതിനും ഒരു മറുപടി അദ്ദേഹം പറയുന്നത്, that number are themselves interpretations of the world, and they are elements in explanation
we give about action and experience. അതായത് ഈ നമ്പറുകൾ എന്താ പറയാ, number themselves are interpretation of the world and they are elements in explanation. We give about action and experience എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ആക്ഷന്റെയും എക്സ്പീരിയൻസിന്റെയും ഇന്റർപ്രിട്ടേഷന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ പറയുന്ന അക്കങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഈ എന്താ പറയാ, സോഷ്യൽ സയൻസിലൊക്കെ ഉണ്ടായിരുന്ന ഡിബേറ്റ് ആയിട്ട് കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു വലിയ ആഴത്തിലുള്ള മനസ്സിലാക്കൽ സാധ്യമാകുക എന്നാണ് ഈ ഒരു ചെറുതായിട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. തുടർന്ന് ചർച്ചയിലേക്ക് വരുമ്പോൾ നമുക്ക് സംസാരിക്കാന്ന് കരുതുന്നു. അടുത്ത ഒരു ആർഗ്യുമെന്റ് പറയുന്നത്, ക്രിട്ടിക്കൽ സൈക്കോളജി ഹാസ് നത്തിങ് ടു ഓഫർ ടു പീപ്പിൾ ഇൻ ഡിസ്ട്രസ്. അതായത് ഡിസ്ട്രസിലുള്ള ആളുകൾക്ക് ക്രിട്ടിക്കൽ സൈക്കോളജി ഹാസ് നത്തിങ് ടു ഓഫർ എന്നാണ് അടുത്ത ആർഗ്യുമെന്റ് വെക്കുന്നത്. അദ്ദേഹം അതിനും ഒരു മറുപടി എന്നാണ് പറയുന്നത്, ലേണിംഗ് ഫ്രം ഇറ്റ്സ് ഓൺ എക്സ്പീരിയൻസ് സോ ദാറ്റ് ഇറ്റ് ഓൺലി സം ഓഫ് ദ ന്യൂവർ ക്രിട്ടിക്കൽ അപ്രോച്ചസ് ആർ ഇൻ എ വേ റിലവന്റ്. അതായത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഗതിക്ക്, അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെ ലേണിംഗ് ഉണ്ടാക്കുന്ന ഒരു സംഗതിക്ക് അതിൻ്റെതായ റെലവൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഈ മെയിൻ സ്ട്രീം സൈക്കോളജിക്കെതിരെ ഒരു ക്രിട്ടിക്ക് ഉന്നയിക്കുമ്പോൾ അതിന് ഡിസ്ട്രസ്സിലുള്ള മനുഷ്യർക്കൊന്നും നൽകാനില്ല എന്ന് ഒരു ഷാലോ ആർഗ്യുമെന്റ് ആണ് ഇത് വെക്കുന്നത് എന്നാണ് അദ്ദേഹം തുടർന്ന്. ഈ എല്ലാ ഭാഗത്തും ഇദ്ദേഹം വലിയ എക്സാമ്പിളുകൾ തരുന്നുണ്ട്. ഞാൻ അത് വായിക്കാത്ത എല്ലാവരും ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്ന ഒരു ഇതിനകത്താണ്. കാരണം ഇതൊരു ഏതാണ്ട് 15 പേജുള്ള ആർട്ടിക്കിളാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഓരോ തവണയും ആർഗ്യുമെന്റ് വെക്കുന്നതിന് എല്ലാത്തിനും എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. വളരെ ലോജിക്കലായിട്ടാണ് ഇത് ആർഗ്യൂ ചെയ്തു പോകുന്നത് ഈ ആർട്ടിക്കിൾ. അടുത്ത വിമർശം അവർ പറയുന്നത് ക്രിട്ടിക്കൽ സൈക്കോളജി യൂറോപ്യൻ. അപ്പൊ അതിന് അദ്ദേഹം എക്സാമ്പിൾ വെച്ചാണ് കൃത്യമായിട്ട് പറയുന്നത്. അതായത് കൊളോണിയലിസത്തിനെതിരെ വലിയ വർക്കുകൾ ഉണ്ടായത് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്, തിങ്കിങ് അഗെയിൻസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു ധാര തന്നെ ന്യൂസിലൻഡിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പറയുന്നത്. അതുപോലെ ആക്ഷൻ റിസർച്ച് ഉണ്ടാകുന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു ക്രിട്ടിക്കൽ സൈക്കോളജി എഴുതപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ 3 എക്സാമ്പിൾ വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ കൗണ്ടർ ചെയ്യുന്നത്. എങ്ങനെയാണ് ക്രിട്ടിക്കൽ സൈക്കോളജി യൂറോപ്യൻ ആണെന്ന് മെയിൻ സ്ട്രീം സൈക്കോളജി, ഈ മെയിൻ സ്ട്രീം സൈക്കോളജി എന്ന് പറയുന്നവർ പോലും ഇത് സംസാരിക്കുന്നത് ഈ പറയുന്ന ബ്രിട്ടീഷ്, അമേരിക്കൻ, അങ്ങനെ യൂറോപ്പിന്റെ ഒരു യൂറോപ്പിലെ ഉള്ള ആളുകൾ തമ്മിലാണ് ഈ ഒരു ആശയ സംവാദം നടക്കുന്നത്. ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ടു റീഅറേഞ്ച് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ ഡിസിപ്ലിൻ, ക്രിട്ടിക്കൽ സൈക്കോളജി ഈസ് എ വേ ഓഫ് കണക്ടിങ് വിത്ത് ദ പ്രോസസ് ഓഫ് ചേഞ്ച് ആൻഡ് ഹെൻസ് ബീങ് പാർട്ട് ഓഫ് ചേഞ്ചിങ് ദ വേൾഡ്. അത് ഒന്നുകൂടി വായിക്കാം, കാരണം ഇതാണ് ഈ ക്രിട്ടിക്കൽ സൈക്കോളജി എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ഈ ഒരു ആശയത്തിലാണ്. ടു റീഅറേഞ്ച് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ ഡിസിപ്ലിൻ. അതായത് ഈ നിലനിൽക്കുന്ന ഈ പറയുന്ന ഇൻസൈഡ് ഔട്ട്സൈഡ് എന്ന് പറയുന്ന ഒരു ബൗണ്ടറി, അത് റീഅറേഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കണക്ടിങ് വിത്ത് ദ പ്രോസസ് ഓഫ് ചേഞ്ച് ആൻഡ് ഹെൻസ് ബീയിങ് പാർട്ട് ഓഫ് ദ ചേഞ്ചിങ് വേൾഡ്. ക്രിട്ടിക്കൽ സൈക്കോളജി മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നവർ പറയുന്നത്, ഈ സൈക്കോളജി എന്ന് പറയുന്ന വലിയ പഠനശാഖ വലിയ മാറ്റങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന പഠനശാഖയാണെന്നാണ് ഇവരുടെ വിമർശനം. നിലനിൽക്കുന്ന മെയിൻ സ്ട്രീം സൈക്കോളജി ചരിത്രപരമായിട്ടുള്ള വിവേചനങ്ങള്, അതിന്റെ കൾച്ചറൽ റീസൺസ്, ഇതൊന്നും പരിഗണിക്കാതെ വളരെ പെരിഫറൽ ആയിട്ട് ഒരു മാനസിക രോഗം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി, അല്ലെങ്കിൽ സ്ട്രെസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള മാനസിക വിഷമങ്ങളെല്ലാം അതിനൊരു ചരിത്രപരമായ കാരണമുണ്ട് എന്ന് പോലും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധ്യത എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതെ വെറും ഒരു മാനസിക പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു മാനസിക, അല്ലെങ്കിൽ തലച്ചോറ്, അല്ലെങ്കിൽ തലച്ചോറിന്റെ പ്രതിപ്രവർത്തനം, അതിലുള്ള വ്യതിരക്തത, അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് സൈക്കോളജി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും അതിന് സാമൂഹിക മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് എന്നും, മാനസിക പ്രശ്നം എന്ന് പറയുന്നത് അതിന് ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്നും അതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് സൈക്കോളജി എന്ന് പറയുന്ന ശാഖയ്ക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നും അത് ഉപയോഗിച്ച് വലിയ മാറ്റങ്ങൾക്ക് വലിയ മാറ്റങ്ങൾക്ക് സമൂഹത്തിന് സാധ്യമാക്കാൻ സാധിക്കുമെന്നാണ് ക്രിട്ടിക്കൽ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇയാൻ പാർക്കർ പറയുന്നത്.
ഇതാണ് ആക്ച്വലി ഈ ആർട്ടിക്കിളിന്റെ ക്രക്സ്.